ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാത ജാഗരണത്തിനുള്ള ഭാഗം ശരിയായ പഠിതാക്കൾ തിരുവെഴുത്തുകളെ ദൈവശബ്ദമായി സ്വീകരിക്കുന്നു. ആപ്തവാക്യമായിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ. എൻ്റെ വചനത്തിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കുകയും ചെയ്യും. ബൈബിളിനെ തങ്ങളുടെ വഴികാട്ടിയായി സ്വീകരിക്കുന്നതായ യുവാക്കൾക്ക് തങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സുരക്ഷയിൽ നിന്നോ ഒരിക്കലും വഴിതെറ്റിപ്പോകുകയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവചനം പഠിക്കുന്നത് കൊണ്ട് അവരുടെ സ്വഭാവ ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട്. അവർ സത്യസന്ധരായി ജീവിക്കുന്നുണ്ട്. യാതൊരു വഞ്ചനയിലും വഴുതി വീണു പോകാതെ അവർക്ക് നിലനിൽക്കുവാൻ കഴിയുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാസമയം അതിൻ്റെതായ വിശുദ്ധിയോടുകൂടെയും പൂർണ്ണതയോടുകൂടെയും അവർക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നു. ദൈവവചനം അനുസരിക്കുന്ന മൂലം അവർക്ക് ത്യാഗം സഹിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അവർ ഇടറി വീണു പോകുകയില്ല. ശരിയായത് ചെയ്യുവാൻ അവർ ശക്തി പ്രാപിക്കുന്നുണ്ട്. തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവരെ കൂടെ നേരായ മാർഗത്തിൽ നയിക്കപ്പെടുവാനും സത്യമായത് പറഞ്ഞു പഠിപ്പിക്കുവാനും അവർക്ക് കഴിയുന്നുണ്ട്. ദൈവം തങ്ങളോട് സംസാരിക്കുന്നതായ രീതിയാകുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നുള്ളതായ ഉത്തമ ബോധത്തോടുകൂടെ അവർ തിരുവചനങ്ങളെ പഠിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രഭാത ജാഗരണം പഠിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ അത് അനുവർത്തിക്കുക എന്നതാകുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. നമ്മൾ കേട്ട് കളയല്ല. അവർ അങ്ങനെയായിരുന്നു പറഞ്ഞു പോകുന്നതല്ല. അപ്പുറമായി അവർ നന്മകൾ ചെയ്തതുകൊണ്ട്, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ കേട്ടനുസരിച്ചതുകൊണ്ട്, അത് ആഴമായി പഠിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതിനാകുന്നു ഈ പ്രഭാത ജാഗരണ തിരുവചനം പഠിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിക്കുക, നിങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാകും. ദൈവകൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക വചനങ്ങൾ ആഴമായി പഠിക്കുക എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാകുന്നു. സ്വർഗീയ ദീപം നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ നിങ്ങളും പ്രകാശപൂർണരായിത്തീരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു സത്യ അന്വേഷികളായിരിക്കും. നീതിക്കായി വാഞ്ചിക്കുന്നവരായിരിക്കും. നിസ്സഹരായിരിക്കുന്നതായ അല്ലെങ്കിൽ നിരാശയിലായിരിക്കുന്നവരെ ദൈവികതയിലൂടെ നയിക്കപ്പെട്ട് അവരെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും അനുഭവത്തിൽ നിങ്ങൾക്ക് നിലനിർത്തുവാൻ കഴിയും. ദുർബലരെ ബലപ്പെടുത്തുവാൻ കഴിയും. അവരുടെ വൈകല്യങ്ങൾ, അവരുടേതായ വൈഷമ്യങ്ങളെ നിങ്ങൾക്ക് മാറ്റി അവരെ സാന്ത്വനപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തോട് അവർക്കായി ശുപാർശ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ളതായ ആ സത്യത്തെ അവർ ഉറപ്പിക്കുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ പരിശുദ്ധാത്മാവിനോട് അവർ പ്രാർത്ഥിക്കുമ്പോൾ, ആര് പ്രാർത്ഥിക്കുമ്പോൾ? ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്നും വഴികാട്ടിയായിരിക്കുവാൻ, രക്ഷകനായിരിക്കുവാൻ, കാര്യസ്ഥനായിരിക്കുവാൻ, ആശ്വാസകരനായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വ്യാപരിക്കും. കർത്താവ് പറഞ്ഞത്, ഞാൻ പോയിട്ട് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കുന്നു. ശരിക്കും ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കുമ്പോൾ ആ കാര്യസ്ഥൻ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നത് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുന്നതായ ജ്ഞാനവും പരിജ്ഞാനവും ഉള്ള മക്കളായിരിക്കണം. വിവേകവും വിവേചന ബുദ്ധിയുമുള്ളതായ വാക്താക്കളായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആ ബുദ്ധിശക്തി നിങ്ങൾക്ക് ദൈവം നൽകുന്നതായിരിക്കും, ദാനമായി നൽകുന്നതായിരിക്കും. അത് മനുഷ്യൻ നൽകുന്നതോ ഈ ലോകം നൽകുന്നതോ അല്ല, ഉയരത്തിൽ നിന്നും ദൈവം നൽകുന്നതായിരിക്കും. യാഥാർത്ഥ്യങ്ങളെയും സത്യങ്ങളെയും തിരിച്ചറിയുവാനും മുറുകെ പിടിക്കുവാനും ആ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ ബോധവാന്മാരാക്കും. അങ്ങനെ വചനം പഠിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും മറ്റുള്ളവർക്ക് ആ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ വിജയപ്രാപ്തിയിലെത്തിക്കുവാനും കഴിയുന്നതായിരിക്കും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ വലിയ അവസരം തക്കത്തിൽ ഉപയോഗിക്കുക.
വചനം, ദൈവത്തിൻ്റെതായ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദമാകുന്നു, ദൈവം നിങ്ങളോട് ആജ്ഞാപിക്കുന്നതാകുന്നു, ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ നേർമാർഗങ്ങളാകുന്നു എന്നുള്ളതായ ഉത്തമ ബോധത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം ശോധന ചെയ്യുക, ആഴത്തിൽ പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മുഖാന്തരം അനേകരും ആ നന്മയിലേക്ക് വന്നു ചേരുവാൻ മുഖാന്തരമായി തീരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി സ്തോത്രം 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 ചെയ്യുന്നു. അവിടുത്തെ വചനങ്ങളെ ആഴമായി പഠിക്കുവാനുള്ളതായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ആ ദിവ്യപ്രകാശവും നൽകി അവിടുത്തെ മക്കളെ അവിടുന്ന് മാനിക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. അറിവില്ലായ്മയിലുള്ള ബലഹീനത ദൂരീകരിച്ചുകൊണ്ട് സ്വർഗീയ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും ശക്തീകരിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാളും ഞങ്ങളുടെ ആയിരിക്കുന്നതായ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ അവിടുത്തെ മക്കളിൽ നിന്ന് നിറയ്ക്കപ്പെടുമാറാകണമേ. അങ്ങനെ അവർ ഈ ലോകത്തിന് അനുഭവമാകാതെ അവിടുത്തെ ദിവ്യപ്രകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ നടന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഭിച്ച്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് പ്രാപ്തമായി എന്നുള്ളതായ സാക്ഷ്യത്തോടുകൂടെ അനേകരെ അവിടെ നിലനിർത്തുവാൻ, അനേകരെ അവിടുത്തെ വചനങ്ങൾ പഠിപ്പിക്കേണ്ടതിനും പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതിനും കൃപ നൽകി മാനിക്കുകയും ചെയ്യണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.